ഹലോ. രാവിലെ ഞാൻ അമ്പലത്തിൽ പോകാൻ പോവാട്ടോ. എന്തായാലും നമ്മളത്തിൽ പോവല്ലേ, അപ്പോൾ കാര്യമൊക്കെ എഴുതിയിട്ട് പോകാമെന്ന് വെച്ചു. ആദ്യം തപ്പിയപ്പോൾ കിട്ടിയില്ല കേട്ടോ. പിന്നെ എവങ്ങാണ്ടെന്നോ ഞാൻ കണ്ടുപിടിച്ചെടുത്തത്. ഐലൈനറൊക്കെ വരുന്നതിന് മുന്നേ നമുക്കിതൊക്കെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അങ്ങനെ രണ്ട് കണ്ണിലും കരി എഴുതി ഒരുങ്ങി ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാട്ടോ. വീടിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ്. കാറിൽ പോവുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് തികച്ചു വേണ്ട. ഇതിപ്പോൾ സമയം ഏകദേശം 7:30 ആകുന്നേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വെയിലൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ചെറിയൊരു കാടിൻ്റെ നടുക്കിരിക്കുന്ന അമ്പലമാട്ടോ ഇത്. തൊഴുതിൽ തിരിച്ചിറങ്ങി വരുന്നതാണ്. ഞാൻ കിരൺ ചേട്ടൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു എന്തായാലും എനിക്ക് എടുത്ത് തരണേന്ന്. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഈ എന്താ എന്ന് മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് പേര് കമൻറ്റ് ചെയ്യണേ. അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് പുറത്തുനിന്നൊരു ചായയും ചെറിയൊരു കടിയൊക്കെ കുടിക്കും. നല്ലൊരു സുഖമല്ലേ മനസ്സിന്. ഞാൻ ആ സുഖം വേണ്ടാന്ന് വെച്ചില്ല. ഇനിയും പുറത്തു പോവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വീട്ടിൽ വന്ന് രാവിലത്തെ കാപ്പി പൊട്ടും പയറും പപ്പടമായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് പുറത്ത് പോകാൻ പോകട്ടോ. പോകുന്നതിന് മുന്നേ നമുക്ക് ഇപ്പോൾ ചെറുതായിട്ട് ഗപ്പി വളർത്തുന്നുണ്ട്. ചുമ്മാ ഭംഗിക്ക്, താമരയ്ക്ക് കൂട്ടിന് വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ഗപ്പിക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോകാൻ പോവാം. ഇന്ന് എനിക്ക് ഷുഗർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാട്ടോ. ഇന്ന് എനിക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരല്പം പോലും മധുരം കഴിക്കാത്ത ഞാൻ ഇതെങ്ങനെ കുടിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അതിന് ഉത്തരവില്ല. അത്യാവശ്യം നന്നായിട്ട് മധുരം കഴിക്കുന്നവർക്ക് ഈ ഒരു ടേസ്റ്റ് ഓക്കെ ആയിരിക്കും. അല്ലാത്തവർക്ക് കുറച്ചധികം പാടായിരിക്കും കേട്ടോ. ഇതെനിക്ക് ഈ കപ്പിൽ 2 കപ്പ് തന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും 75 ഗ്രാം കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞു. ചിലവർക്ക് ഇത് ഫാസ്റ്റിങ്ങിൽ എടുക്കാൻ പറയാം കേട്ടോ. എൻ്റെ അടുത്ത് കാപ്പിയൊക്കെ കുടിച്ചിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞേ. അതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ടെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി കറങ്ങാനായിട്ട്. ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് എനിക്ക് മാംഗോസ്റ്റും കഴിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വില നോക്കിയില്ല, കുറച്ചങ്ങ് മേടിച്ച്. ഇതിന് മുന്നേ ഞാനിത് കഴിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ടേസ്റ്റ് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാറി കയറിയൊന്നും എനിക്ക് ഒരെണ്ണം കഴിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഞാനിത് പൊട്ടിച്ച് അത്യാവശ്യം വലിയൊരു മാംഗോസ്റ്റിനായിരുന്നു കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് നമ്മൾ ആത്തിച്ചക്കയില്ലേ, ഇവിടെയൊക്കെ ആത്തിച്ചക്ക എന്നാണ് പറയുന്നത്, അതിൻ്റെ ഒരു ടേസ്റ്റാട്ടോ. എക്സാക്ട്ലി ഏകദേശമൊക്കെ അതേപോലെയൊക്കെ തന്നെയാണ്. ഇതൊക്കെ കഴിച്ച് കിരൺചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലും കൂടെ പോയിട്ട് തിരിച്ചെത്തിയപ്പോൾ ഏകദേശം ബ്ലഡ് എടുക്കാനുള്ള സമയമായി കേട്ടോ. അങ്ങനെ തിരിച്ച് വന്ന ബ്ലഡും എടുത്ത് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഓക്കെ, ബായ്.